Working friends. ഈ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ അല്ലായിരിക്കും. Ideal candidate should be a visionary. രാജ്യത്തിനെ തകർക്കുന്ന അവസ്ഥയിലാണ് അവർ. ഒരു അഴിമതി രഹിത ഭരണം ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ ശുഭി? ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണണം എന്ന് പറഞ്ഞു തന്നൊരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്, നമ്മുടെ നാടിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഘടകങ്ങളായിരിക്കും നോക്കുക ഒരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ? ഒരുപാട് ഫാക്ടേഴ്സ് നോക്കും. ഒന്നാമത്തേത് ആളുടെ ഒരു വ്യക്തിത്വം എങ്ങനെയാണെന്ന് നോക്കും, ആളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഏറ്റവും മെയിൻലി ആയിട്ട് എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതേപോലെ ആളുടെ ഒരു വിഷൻ, ആ ഒരു ലെഗസി, എല്ലാ ഫാക്ടേഴ്സും നോക്കും. എല്ലാവരും അങ്ങനെയാണല്ലോ. അതെ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് കൺസേൺസ് ഉണ്ടായിരിക്കും അല്ലേ? അതെ. അപ്പൊ ഇന്നത്തെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ചോദ്യം ചോദിക്കാം. ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്. guys are friends, right? Yes, working friends. Working friends. ഒരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാ നോക്കുക? എന്തായിരിക്കും ഒരു മാനദണ്ഡം എന്തായിരിക്കും? Ideal candidate should be a visionary. അപ്പോൾ അങ്ങനെ ഒരു വിഷണറി കാൻഡിഡേറ്റ് ഇപ്പോൾ ഉണ്ടോന്ന് തന്നെ ഒരു സംശയമാണ്. അയാളെ മുമ്പ് ചെയ്ത് എന്തെങ്കിലും വികസനമൊക്കെ നോക്കിയിട്ട് നമുക്ക് ഗുണമുണ്ടോന്ന് മനസ്സിലാവുകയാണെങ്കിൽ ചെയ്യാം. മെയിനായിട്ട് ആൾക്കാരെ നോക്കിയിട്ടായിരിക്കും ഫോക്കസ് ചെയ്ത് വോട്ട് ചെയ്യുന്നത്. ഒരേ പാർട്ടി തന്നെ എപ്പോഴും ആണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കാരണം നമുക്ക് പ്രയോജനമൊന്നുമില്ല. വ്യക്തിയെ നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത്, കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ചാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനം നല്ലതാണെങ്കിൽ വോട്ട് ചെയ്യും. എനിക്കുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ ഒരു അഴിമതി രഹിത ഭരണം ഉദ്ദേശിക്കുന്നത്. I am not very particular about how the person and all. A person who helps the society is the right candidate, and we cannot expect everybody to go with that line, but somebody who do good will get a better result. എഡ്യൂക്കേഷനൊക്കെ ഹൈ എഡ്യൂക്കേഷനൊക്കെ വന്നാൽ അവർക്ക് വോട്ട് ചെയ്യോ? എന്ത് കാര്യം? ഒരു കാര്യമില്ല. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് ഇപ്പൊ പാർട്ടി നോക്കിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഇപ്പൊ എല്ലാവരും കൈയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ തന്നെയാണ്. ഈ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ അല്ലായിരിക്കും. പഠിച്ച് കളക്ടറായവർ വരെ ഇവരുടെ കീഴിൽ അവർ പറയുന്നത് കേട്ടിട്ടും IPS ആയ ആൾക്കാരൊക്കെ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? പിന്നെ എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ആൾക്കാർ പലപ്പോഴും വലിയ ആനമണ്ടത്തരങ്ങളൊക്കെ എഴുന്നേൽക്കുന്ന കാണാറുണ്ട്. ഒരു മിനിമം ക്വാളിറ്റി പൊസസ് ചെയ്യുന്നവർ നിൽക്കട്ടെ എന്നുള്ളത് അല്ലേ? Okay, first of all, I see who is standing. Okay, what he will do for our society, like development. Like for example, today recently, you know about Maithili Thakur, Bihar. Yeah, Okay, singer. I will not vote for her. Because her agenda was about religious agenda. യങ്സ്റ്റേഴ്സിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ കുറച്ചും കൂടെ, കാരണം നമ്മുടെ രീതി അവർക്കറിയാമല്ലോ. കാരണം അവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നവരായതുകൊണ്ട് അവർ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാഭ്യാസം വേണം, പിന്നെ ന്യൂ ജനറേഷൻ ആര് വന്നാലും ഓക്കെ. നമ്മളെ വാടി ചെയ്യാതെ മറ്റേ യൂത്ത് കുറെ ലേഡീസ് ഒക്കെ നിൽക്കുന്നില്ല, അവിടെ പോയി ചെയ്യണമെന്ന് പറഞ്ഞവനാണ്. എനിക്ക് വോട്ടുണ്ടെങ്കിൽ ഞാൻ വോട്ടവകാശം വിനിയോഗിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ചേട്ടാ, Yeah, this is from News Malayalam 24/7. All right. Our election. I think it's happening around. We are not really bothered. I mean, election is a different game. എന്തെങ്കിലും പറയാനുണ്ടോ ശുഭി? പുസി ഇങ്ങോട്ട് നോക്കി. പുസി എല്ലാവർക്കും അപ്പോൾ ഈ സ്ഥാനാർത്ഥികളെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. തങ്ങളെ ആര് പ്രതിനിധീകരിക്കണം, തങ്ങളെ ആരാണ് ലീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും വലിയ കാഴ്ചപ്പാടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾ അതിനനുസരിച്ച് വളരുന്നില്ല എന്നൊരു അഭിപ്രായവും ഈ ജനങ്ങൾക്കുണ്ട്. അതെ, ഇനി ഭാവിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനനുസരിച്ച് മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെച്ചത്. അപ്പൊ ഇന്നത്തെ ഓട്ടോമാറ്റിക് ഈ ചോദ്യമായിട്ട് അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു ചോദ്യമായിട്ട് ഓട്ടോമാറ്റിക് വരുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ് സിയ സുസാൻ, CP അഖില, ബൈ ബൈ.